തെക്കേലെ ദാക്ഷായണി ആ തൊണ്ടി ദാമുവിനോടൊപ്പം പൊറുതി തുടങ്ങിയെന്ന്. വാസുവേട്ടന് ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് ആ സംസാരം എൻ്റെ ചെവികളിൽ പതിഞ്ഞത്. ഞാനൊന്ന് ഞെട്ടി. ഓളുടെ മുറ്റത്തൊരു കാവൽ നായ, അത്രേ ഉള്ളൂ. അല്ലാണ്ടെന്താ, ഓളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഓനുണ്ടോ പറ്റണത്? ആരുടെയൊക്കെയോ ദ്വയാർത്ഥ പ്രയോഗങ്ങളും വഷളം ചിരികളും അവിടെ നിറയുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. നടന്നു ശീലിച്ച വഴികളിൽ നിന്നും മാറ്റിച്ചകറ്റാൻ തയ്യാറാവാത്ത മനുഷ്യർ. ദാക്ഷായണിയുടെ ശരീരവർണ്ണനകളും ദാമുവിൻ്റെ വികലാംഗത്വത്തെ പറ്റിയുള്ള ചർച്ചകളും പൊടി പൊടിക്കാൻ തുടങ്ങിയതോടെ ഞാനും പതി അവിടെ നിന്നും എഴുന്നേറ്റു. വാസുവേട്ടൻ്റെ മേശപ്പുറത്ത് ചായ പൈസയും വെച്ച് മെല്ലെ പുറത്തേക്കിറങ്ങി. കവലയിൽ ആകെ സംസാര വിഷയം ദാക്ഷായണിയും ദാമുവുമാണ്. തെക്കേലെ ദാക്ഷായണി, ആ ഗ്രാമത്തിലെ അതിസുന്ദരിയായ അഭിസാരിക. ഇരുനിറത്തിൽ അഴകളവുകൾ ഒത്ത ദേഹവുമിളക്കി അവർ നടന്നു പോകുമ്പോൾ പലരും ഒളിക്കണ്ണിട്ട് നോക്കി നിൽക്കും. പെണ്ണുങ്ങൾ അസൂയയോടെ കാർത്തുപ്പും. ആരെയും കൂസാതെ തലയുയർത്തി തന്നെ ദാക്ഷായണി നടന്നു പോകുന്നത് തെല്ല അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. കേൾക്കാതെ പലരും പല കൊള്ളിവാക്കുകളും വൃത്തികേടുകളും പറയുമെങ്കിലും പകൽ വെളിച്ചത്തിൽ ദാക്ഷായണിയുടെ മുൻപിൽ ചെന്ന് ഒന്നും പറയാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. കൊയ്ത്തരിവാളിനേക്കാൾ മൂർച്ചയായിരുന്നു ദാക്ഷായണിയുടെ നാവിന്. ഇരുളിൻ്റെ മറവിൽ അവളുടെ ശരീരത്തിൻ്റെ രുചിയറിയാൻ ചെന്നിരുന്നവർ പകൽവെട്ടത്തിൽ അവളുടെ കൺമുന്നിൽ പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു. ദാക്ഷായണിയുടെ സ്വഭാവം ആർക്കും ഇഷ്ടമല്ലെങ്കിലും അവൾക്കരികിലെത്താൻ സന്ധ്യമയങ്ങും കാത്തിരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നുമല്ലായിരുന്നു. ആരോടും ഒരു മയത്തിൽ ദാക്ഷായണി സംസാരിക്കാറോ പെരുമാറാറോ ഇല്ല. ഒരിക്കലും ചിരിച്ചു കണ്ടിട്ടുമില്ല. കാര്യമെന്താണെന്ന് അറിയില്ലെങ്കിലും അവരൊരു ചീത്ത സ്ത്രീയാണെന്ന ചിന്ത ബാല്യത്തിലെപ്പോഴോ എൻ്റെ മനസ്സിലും വേരുറച്ചിരുന്നു. 5ലോ 6ലോ പഠിക്കുമ്പോഴാണ് അമ്മ തേവർക്ക് നേർന്ന വഴിപാട് കഴിപ്പിച്ചു വരാൻ കാവിലേക്ക് പറഞ്ഞയച്ചത്. കൈകോപ്പി നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ കള്ളുകൂടി മാറണമേ എന്ന പ്രാർത്ഥനയിൽ നിന്നും അച്ഛൻ എങ്ങനെയും മരിച്ചു പോകണമെന്നതായിരുന്നു അപ്പോഴത്തെ ആവശ്യം. ഭാര്യയുടെയും മക്കളുടെയും ഒരു കാര്യവും നോക്കാതെ മൂക്കറ്റം കള്ളും കുടിച്ചു വന്ന് കുടുംബത്തിലുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുന്നതായിരുന്നു അച്ഛൻ്റെ ഇഷ്ടവിനോദം. അമ്മയുടെ വയറ്റിൽ രണ്ടാമത് കുരുത്തത് അച്ഛൻ്റെ ഉപദ്രവത്തിൽ ചോരപ്പുഴയായി ഒഴുകിപ്പോയപ്പോൾ ഞാനും പറഞ്ഞു, അച്ഛനെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അന്നത് അമ്മ കേട്ടില്ലെങ്കിലും ഇന്നെനിക്ക് മനസ്സിലാകും അമ്മയെ. പോകാനൊരിടമില്ലാതിരുന്ന സാധു സ്ത്രീ. കഴുത്തിൽ അവശേഷിപ്പില്ലെങ്കിലും പണ്ടെങ്ങോ അച്ഛൻ ചാർത്തിയ താലിച്ചരലിലാണത്രേ അമ്മയുടെ സുരക്ഷിതത്വം. അന്നത് തിരുത്തി കൊടുക്കുവാൻ എനിക്കറിയില്ലായിരുന്നു. കാവിൽ നിന്ന് വരാൻ വൈകിപ്പോയത് കൊണ്ട് തിരികെ ഓടുകയായിരുന്നു ഞാൻ വീട്ടിലേക്ക്. ചെന്നിട്ട് സ്കൂളിൽ പോകണം. ഒരു വീടിൻ്റെ വേലിക്കലെത്തിയപ്പോൾ ഒരു കല്ലിൽ തട്ടി കമിഴ്ന്നു വീണു ഞാൻ. മുട്ടുകാലിൽ നല്ല നീറ്റൽ, കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. എഴുന്നേൽക്കാൻ പോലും ആവുന്നില്ല. പൊടുന്നനെ ഒരു കൈ എനിക്ക് നേരെ നീണ്ടു. ഞാനതിൽ കയറി പിടിച്ച് എഴുന്നേറ്റു. ദാക്ഷായണി ചേച്ചി. എന്താണ് ചെക്ക, നോക്കി നടന്നൂടെ നിനക്ക്? ഒട്ടും മയമില്ലാതെയായിരുന്നു ചോദ്യം. പക്ഷെ എൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടാവും ആ മുഖമൊന്നായിരുന്നു. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ എൻ്റെ മുട്ടുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചോര കണ്ടത്. ചോരയൊക്കെ വരണുണ്ടല്ലോ, വാ ഞാൻ കഴുകി മരുന്ന് വെച്ച് തരാം. അതും പറഞ്ഞ് അവർ കയ്യിൽ പിടിച്ചപ്പോൾ എതിർക്കാതെ അവർക്കൊപ്പം നടന്നു. നിക്കറിൽ പറ്റിയ ചെളി തുടച്ചു കളഞ്ഞവർ മുട്ടുകാലിലെ മുറിവ് പതിയെ കഴുകി എന്തോ ഒരു മരുന്ന് വെച്ച് തന്നു. നല്ല നീറ്റലായിരുന്നു. കണ്ണിൽ നിന്നും കുടുകുട വെള്ളം വന്നപ്പോൾ അത് തുടച്ചു കളഞ്ഞു അവർ. ചെറുചിരിയോടെ എനിക്ക് നേരെ ഒന്ന് ചോക്ലേറ്റ് നീട്ടി. അന്നോളം തിന്നാൻ കിട്ടാത്ത എന്നാൽ കണ്ടു കുതിച്ചിട്ടുള്ള ഫോറിൻ മിഠായി. ഒന്നും മടിച്ച് എൻ്റെ കൈ പിടിച്ചവർ ആ ചോക്ലേറ്റ് കയ്യിൽ വെച്ച് തന്നെ യാത്രയാക്കി. പക്ഷെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയാകെ സംഹാരരുദ്രയായി. ആദ്യം കയ്യിൽ ചോക്ലേറ്റ് വാങ്ങി വലിച്ചെറിഞ്ഞു. അസത്തെ, നിന്നോട് ആര് പറഞ്ഞടാ ആ പിഴച്ചുകൊണ്ട് വീട്ടിൽ കയറി ചെല്ലാൻ? എന്നിട്ട് അവളുടെ സമ്മാനവും വാങ്ങി വന്നേക്കുന്നു. അമ്മ പറഞ്ഞതിൽ പലതും മനസ്സിലായില്ലെങ്കിലും കയ്യിൽ കിട്ടിയ അടിക്ക് നല്ല വേദനയായിരുന്നു. അതിൽ പിന്നെ അവരെ കണ്ടപ്പോൾ മിണ്ടാനോ നോക്കാനോ നിന്നിട്ടില്ല. പേടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഇടവഴിയിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ അവരെന്നെ നോക്കിയൊന്ന് ചിരിച്ചിരുന്നു. അമ്മയുടെ അടിയുടെ ചൂട് മനസ്സിലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ധൃതിയിൽ മുഖം തിരിച്ചു നടന്നപ്പോൾ ആ ചിരി മാഞ്ഞുപോയി. അതിനുശേഷം അവരെന്നെയും കണ്ടതായി ഭാവിച്ചില്ല. കാലം പോകവേ
എൻ്റെ അച്ഛനും ദാക്ഷാണിയുടെ പുരയിലെ സന്ദർശകനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. വീട്ടിലെ കഷ്ടപ്പാടുകൾ കൂടി വന്നൊരു നാളിൽ അമ്മയെ തല്ലിയ അച്ഛനെ ഞാൻ പിടിച്ചു വെച്ചു. അത് വലിയ പ്രശ്നമായി. നാട്ടുകാരൊക്കെ അറിഞ്ഞു. 2 ദിവസം കഴിഞ്ഞാണ് അച്ഛൻ വഴിയരികിൽ ചത്തുമലച്ച് കിടന്നത്. ദാക്ഷായണിയുടെ വീട്ടിൽ നിന്നും മടങ്ങി വരവെയായിരുന്നു മരണമെന്നും ആരൊക്കെയോ പറഞ്ഞെങ്കിലും അതൊന്നും എന്നെ ബാധിച്ചില്ല. ആ മനുഷ്യനൊന്ന് ചത്തുപോകണമെന്ന് അത്രയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. അതിലെനിക്ക് കുറ്റബോധവും തോന്നിയതുമില്ല. മുതിർന്നപ്പോൾ ദാക്ഷായണിയെ കാണുമ്പോഴുണ്ടാകുന്ന അടക്കം പറച്ചിലുകളുടെ അർത്ഥം ഞാൻ തിരിച്ചറിഞ്ഞു. അവരോടൊരു ഇഷ്ടക്കേട് ഉള്ളിൽ ഉറഞ്ഞു കൂടിയെങ്കിലും കൂട്ടുകാരുടെ ഇക്കിളിപ്പെടുത്തുന്ന അവരെ പറ്റിയുള്ള സംസാരങ്ങൾ എനിക്ക് അരോചകമായി തോന്നി. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ. ആരോരും തുണയില്ലാതെ സ്ത്രീയെ ചൂഷണം ചെയ്യാൻ വന്നവരെയും സമൂഹത്തിന് അവരോടുള്ള നിലപാടുകളുമൊക്കെ എന്നിൽ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാക്കുകയായിരുന്നു. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അച്ഛൻ്റെ ഇടിയും തൊഴിയുമേറ്റ് ക്ഷയിച്ച അമ്മയുടെ ആരോഗ്യം പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വല്ലപ്പോഴുമായി തുടങ്ങിയ ശ്വാസം മുട്ടൽ സ്ഥിരമായി കഴിഞ്ഞിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞെങ്കിലും ഒരു ജോലിക്കുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഞാൻ. അതിനിടയിൽ പറ്റാവുന്ന പണികളൊക്കെ ചെയ്യും. അമ്മയെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അന്നൊരു പേമാരി പെയ്യുന്ന രാവിലാണ് അമ്മയ്ക്ക് വലിവ് കൂടിയത്. ശ്വാസത്തിനായി പിടയുന്ന അമ്മയെ നോക്കി നിൽക്കാൻ കഴിയാതെ ഞാൻ ആ മഴയിലേക്ക് ഇറങ്ങി ഓടി. എന്തെങ്കിലും വണ്ടി കിട്ടിയാലേ ആശുപത്രിയിൽ എത്തിക്കാനാവും. മഴയൊന്ന് തോർന്നിട്ടുണ്ട്. റോഡിലെത്തി ഞാൻ വെപ്രാളത്തോടെ മുൻപോട്ട് ഓടി. ചുരുക്കം വീടുകളിലെ വണ്ടി കണ്ടുള്ളൂ. ആരെങ്കിലും കനിഞ്ഞാൽ. ഒരു വളവ് കഴിഞ്ഞ് വരുന്ന ഓട്ടോയുടെ വെട്ടം കണ്ട് ഞാൻ പ്രതീക്ഷയോടെ റോഡിലേക്ക് ഇറങ്ങി നിന്ന് ഇരു കൈയും ഉയർത്തിക്കാട്ടി. ഓട്ടോ നിർത്തി. എന്താ? ഓട്ടോക്കാരൻ തെല്ലും മയമില്ലാതെ തലയൊന്ന് പുറത്തേക്കിട്ടപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ. അത്രയും ദൂരത്തേക്കൊന്നും പറ്റില്ല, ഞങ്ങൾ അത്യാവശ്യമായി ഒരിടത്തേക്ക് പോകുക. അയാളുടെ മറുപടി കേട്ടതും ഞാൻ ദയനീയമായി പിറകിലേക്ക് നോക്കി. നീ ഓട്ടോ അവൻ്റെ വീട്ടിലേക്ക് വിടു പ്രകാശ. ആ ശബ്ദം ദാക്ഷായണി. അത് ചേച്ചി, സാറവിടെ കാത്തിരിക്കുക. നീ ഞാൻ പറയണത് കേക്ക് പ്രകാശ. അയാൾ അവിടെ ചാകം കിടക്കുന്നുവല്ലോ. ഇപ്പോൾ ഇതാ അത്യാവശ്യം, നീ വണ്ടിയെടുക്ക്. ദാക്ഷായണിയുടെ ശബ്ദം കടുത്തതും പ്രകാശൻ മടിയോടെയാണെങ്കിലും ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങോട്ട് കയറ്. പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ടതും ഞാൻ കയറിയിരുന്നു. അപ്പോഴെൻ്റെ മനസ്സിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോലായിൽ വെറും നിലത്ത് കിടന്ന് ഞെരുങ്ങിയിരുന്ന അമ്മയെ ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി. ദാക്ഷായണി അമ്മയെ ചുറ്റിപ്പിടിച്ചിരുന്നു. ആശുപത്രിയിലെത്തി ഡോക്ടർ വന്ന് നോക്കി അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും എല്ലാത്തിനും എൻ്റെ കൂടെ അവരും ഉണ്ടായിരുന്നു. പിറ്റേന്ന് തിരികെ ആ ഓട്ടോയിൽ തന്നെയാണ് വീട്ടിൽ വന്നിറങ്ങിയത്. അമ്മയെ അകത്തേക്ക് കിടത്തി യാത്ര പറഞ്ഞവർ പോകാൻ തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി അമ്മ അത് ചോദിച്ചത്. നിനക്ക് ഇനിയേലും ഇതൊക്കെ നിർത്തിക്കൂടെ ദാക്ഷായണി? ഒരു നിമിഷം അമ്മയെ നോക്കി നിന്നവർ പിന്നെ ഒന്ന് ചിരിച്ചു പരിഹാസത്തോടെ. എന്നിട്ട് എന്നെ വേശ്യയെന്ന് വിളിച്ചോരെ മാറ്റി വിളിക്കുമോ? ദാക്ഷായണി തൊഴിൽ നിർത്തിയെന്നറിഞ്ഞോരെ എന്നെ ഒരു സാധാരണ പെണ്ണായി കാണുമോ? മൂർച്ചയുള്ള വാക്കുകൾ, പക്ഷെ അതിനിടയിൽ അവർ ഒളിപ്പിച്ച വേദന. കുട്ടികളും കുടുംബവുമൊക്കെ ജീവിക്കാൻ മോഹിച്ച പെണ്ണ് തന്നെയായിരുന്നു ചേച്ചി ഞാനും. സ്വന്തം തന്തയാണ് എൻ്റെ മേൽ ആദ്യം കൈവച്ചത്. ആ കണ്ണുകളിൽ കനലുകൾ എരിഞ്ഞു. പിന്നെ അയാളോടൊപ്പം ആരൊക്കെയോ വന്നുപോയി. അങ്ങനെ 17 തികയുന്നതിന് മുന്നേ സ്വയം അറിയാതെ ദാക്ഷായണി പിഴച്ചോളായി, ദേഷ്യായി. എന്നോടൊപ്പം കിടന്നവരെ ആരും കുറ്റപ്പെടുത്തിയില്ല. ദാക്ഷായണി ആരെയും കൂടെ കിടക്കാൻ വിളിച്ചു വരുത്തിയിട്ടില്ല. എന്നെ തേടി വരുന്നവരെയൊന്നും തിരിച്ചയച്ചിട്ടുമില്ല. അവരുടെ ചിരി എന്നെ ഭയപ്പെടുത്തി. എല്ലാവരോടും പകയായിരുന്നു. എന്നോട് ദയ കാണിക്കാത്തവരോട് എനിക്ക് ദയയും തോന്നിയില്ല. ആ ശബ്ദം ഒന്നിടറിയിരുന്നു. അത് കള്ളമാണെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ മരിക്കണമേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന കേട്ടത് ദാക്ഷായണി ആയിരുന്നുവെന്ന് ഞാൻ എപ്പോഴോ തിരിച്ചറിഞ്ഞിരുന്നുവല്ലോ. എൻ്റെ പഠിത്തത്തിനും മറ്റുമായി അമ്മ കറവക്കാരൻ ഗോപാലനിൽ നിന്നും കടമെന്ന പേരിൽ വാങ്ങിയിട്ടുള്ള ഇനിയും തിരിച്ചു കൊടുക്കാൻ ബാക്കിയുള്ള കാശിൻ്റെ പിന്നിലും ഈ പെണ്ണൊരുത്തിയുടെ ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ മണമായിരുന്നല്ലോ. പിന്നെയും ഞങ്ങളെപ്പോലെ നിരാലംബരായ ആരെങ്കിലുമൊക്കെ അവരുടെ കാരുണ്യത്തിന് അർഹരായിട്ടുണ്ടാവാം. ഒരിക്കലും അവരത് തുറന്ന് സമ്മതിക്കില്ലെങ്കിലും. ചെറുതാവുമ്പോൾ കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ചെറിയൊരു ജീവിതേ ഞാനും മോഹിച്ചിട്ടുള്ളൂ. പക്ഷേങ്കിൽ
നിറഞ്ഞ കണ്ണുകൾ ഞങ്ങൾ കാണാതിരിക്കാനെന്നോണം അവർ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. അമ്മയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞു. ദാക്ഷായണിയെ വഴിയരികിൽ കണ്ടപ്പോൾ ഞാൻ ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരു നോട്ടം പോലും എനിക്ക് തരാതെ അവർ നടന്നു മറഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും ഓടിമറയവേ ജീവിതത്തിൽ മാറ്റങ്ങൾ അനവധി വന്നു. എനിക്ക് ജോലി കിട്ടി. എൻ്റെ കല്യാണം കൂടെ കണ്ടാണ് അമ്മ പോയത്. ദാക്ഷായണിയുടെ മാദക സൗന്ദര്യത്തിന് മങ്ങലേറ്റുവെങ്കിലും അവരെപ്പോഴും സുന്ദരിയായിരുന്നു. പക്ഷെ അവർ ആ തൊഴിൽ അവസാനിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ആരൊക്കെയോ പറഞ്ഞുകൊടുത്ത ദാക്ഷായണി കഥകളുമായി എൻ്റെ ഭാര്യ സീത എന്നോട് തർക്കിക്കാൻ വന്നുവെങ്കിലും എൻ്റെ വാക്കുകളിൽ അവരുടെ ചിന്താഗതികൾ മാറിയിരുന്നു. പക്ഷെ ദാക്ഷായണിയെ വിശുദ്ധയാക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. വികലാംഗനായ ലോട്ടറിക്കാരൻ ദാമുവിന് 2 സഹോദരിമാരുണ്ടായിരുന്നു. ആ ദുർബലമായ ശരീരവും വെച്ച് അയാൾ അധ്വാനിച്ച് അവരെ കെട്ടിച്ചു വിട്ടെങ്കിലും ഇനിയൊരു പ്രയോജനവുമില്ലാത്ത കറിവേപ്പിലയായി മാറിയിരുന്നു അയാളും അവസാനം. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്ന അന്നാണ് ദാക്ഷായണിയെ ഞാൻ അവസാനമായി മുഖാമുഖം കണ്ടിട്ടുള്ളത്. പിന്നീട് ഒരിക്കലും അവരെന്നെ കണ്ടതായി ഭാവിച്ചിട്ടില്ല. ഇന്ന് എനിക്കെന്തോ അവരെ ഇരുവരെയും കാണണമെന്ന് തോന്നി. ദാക്ഷായണിയുടെ വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ടാണ് പുഴയരികിലുള്ള ദാമുവിൻ്റെ വീടിനടുത്തേക്ക് ഞാൻ നടന്നത്. ശീമക്കൊന്നകൾ അതിരിടുന്ന ആ കൊച്ചു വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ മുറ്റത്തെ അയയിൽ തുണികൾ ഉണക്കാനിടുന്ന ദാക്ഷായണിയെ ഞാൻ കണ്ടു. അകത്തുനിന്ന് എന്തോ പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ ദാമു അവർക്കരികെ വന്നു നിൽക്കുന്നതും എന്തോ പറഞ്ഞുകൊണ്ട് ദാക്ഷായണിയുടെ കവിളിൽ തൊടുന്നതും അവർ പൊട്ടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. ചെറിയൊരു ജീവിതമേ ഞാനും മോഹിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ദാക്ഷായണിയുടെ വാക്കുകൾ മനസ്സിൽ മുഴങ്ങി. അവരുടെ മുഖത്തെ ആ ചിരി, ആ ഭാവം, അത് കാണാനും അറിയാനും അവരോടൊപ്പം കിടന്നിട്ടുള്ളവർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അത് ദാമുവിന് വേണ്ടി മാത്രമുള്ളതാണ്. പെണ്ണിന് എന്തെന്ത് ഭാവങ്ങളാണ്! ഞാൻ പതിയെ തിരിഞ്ഞടക്കുമ്പോഴും അവരുടെ സംസാരവും ചിരിയും അവ്യക്തമായി എൻ്റെ കാതുകളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.